ഹലോ ഗായ്സ്, എല്ലാവർക്കും ദി ഫോണ്ടാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്യൂപ്പിയൊലിക്ക് പോവാണ്. എങ്ങോട്ടാണ്? എങ്ങോട്ടാണ്? പ്യൂപ്പിയൊലി. യെസ്, അപ്പോൾ നമ്മളിന്ന് പൂപ്പലിക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ വയനാട് എന്ന് പറയുമ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് മോസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പ്യൂപ്പൊലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജനുവരി ഈ ഒരു ടൈമിലാണ് നമ്മുടെ പൂപ്പൊലി സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം 2 ആഴ്ചയോളം ഉണ്ടാവും അല്ലേ? 15 to 2. ചിലപ്പം കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പ്യൂപ്പൊലിക്കൊക്കെ നമ്മളിപ്പോൾ പോയിട്ട് ഇപ്പോൾ 2 വർഷമായെന്ന് തോന്നുന്നു അല്ലേ? 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ലാസ്റ്റായിട്ട് പോയത്. എൻ്റെ ഗൈസെ രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ പോയവർ ചിലപ്പോൾ ഉണ്ടാവാം അല്ലേ? പോയവരും ഉണ്ടാവാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ പൂപ്പൊലിക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പൂപ്പൊലിക്ക് ഡേ ടൈം പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്ലവേഴ്സ്, പൂപ്പൊലി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, പൂക്കളാണ്. പൂക്കൾ മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളും കാണാനുണ്ട്. അപ്പം ഫ്ലവേഴ്സ് മാത്രമല്ല അവിടെ ഫോക്കസ് ചെയ്യുന്നത്, മെയിൻ ഫ്ലവേഴ്സ് ആണ്. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ നൈറ്റിലെ കാഴ്ചകളാണ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സ്വന്തം ആൽബി ചേട്ടനോടാണ് പോകുന്നത്. അപ്പോൾ ആൽബി ചേട്ടൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമ്മുടെ പൂപ്പൊലി കാണാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വന്നത് നമ്മുടെ അമ്പലവയലാണ്. എവിടെയാണ്? നമ്മൾ അമ്പലവയൽ. നമ്മൾ ഫാൻറ്റം റോക്കിൽ പോയില്ലേ? അതൊക്കെ പോകുന്നത് ഈ റൂട്ടിൽ തന്നെയാണ്. അവിടെയാണ് എല്ലാ സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ അമ്പലവയലാണ് നമ്മുടെ പൂപ്പൊലി ഉള്ളത്. അപ്പം നമുക്ക് സാധാരണ ബസ്സിന് പോയാലും നമുക്ക് അവിടെ ഫ്രണ്ടിൽ തന്നെ നിർത്തി തരും അല്ലേ? യെസ്, നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ദ വേ പോവല്ലേ? ലെറ്റ്സ് ഗോ. ഇന്ന് എന്നാന്നറിയില്ല, സുൽത്താൻ ബത്തേരിക്ക് ഭയങ്കര തിരക്കാം അല്ലെ? നമ്മളിന്ന് ജാമ്യം പെട്ടുപോയി. അതെ, ഇന്നെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും ചേട്ടാ ബത്തേരി? ഇന്നെ ഭയങ്കര തിരക്ക്. അപ്പൊ ഞങ്ങള് വൈകുന്നേരം പുറത്തിറങ്ങാത്തോണ്ടായിരിക്കും, ഷേക്കോട്ടായിരിക്കും. നമ്മുടെ തെറ്റാണ്. അതെ അതെ, ഞങ്ങളുടെ തെറ്റാണ്. എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങളെ വെട്ടന്മാര് സത്യം പൊട്ടന്മാരാ. ഞങ്ങൾക്കറിയില്ല ഡ്രൈവ് ചെയ്യാൻ. പക്ഷെ ആളുചേട്ടൻ ഡ്രോയാണ്, അതുകൊണ്ടെല്ലാം അറിയാം. ഡ്രൈവേഴ്സ് എല്ലാം ഊളയാന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴാണ് എത്തുമെന്ന് അറിയില്ല. നമ്മൾ പെട്ടെന്ന് എത്തും. പക്ഷെ ഈ ബ്ലോക്കൊക്കെ അല്ലേ, ഞങ്ങൾ ഒറ്റയടിക്ക് എത്തും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ സത്യം പറഞ്ഞാൽ എന്താ പറയാ, സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, സത്യം പറഞ്ഞാലും സത്യം. ആഴ്ച നമ്മൾ എത്തിയിട്ടുണ്ട്. മോസ്റ്റ് ട്രാഫിക് ജാമാണ്, വണ്ടികളും ആൾക്കാരും കാണാൻ രക്ഷയില്ല. എസ്പെഷ്യലി നമ്മളിന്ന് ശനിയാഴ്ച വന്നുകൊണ്ട് തന്നെ പിന്നെ പറയേ വേണ്ട. അതുകൊണ്ട് മോസ്റ്റ് ആയിട്ടുള്ള തിരക്കാണ്. തീരുകയും ചെയ്യും. അതന്നെ, 15-ാം തീയതി വരെ ഉള്ളൂ. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇത്ര തിരക്കുണ്ടാവില്ല. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ ഹോൾസെയിലായിട്ട്, അല്ല ഹോൾസെയിൽ ടിക്കറ്റ് വേറൊരു സ്ഥലത്ത് എടുക്കുന്നുണ്ട്. 70 റുപ്പീസാണ് ഒരാൾക്ക് വരുന്നത്. അപ്പം നമുക്കിത് അയ്യോ മോസ്റ്റാണ്, തിരക്കോട് തിരക്കാണ് ഗായ്സ്. അപ്പം നമ്മൾ നമ്മളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മേ ക്യാമറ ഹാങ് ചെയ്യാൻ വാവാറ്റേ, മോസ്റ്റ് തിരക്കാണ് മറ്റേ ഗായ്സ്. അപ്പം നമ്മുടെ പൂപ്പൊലിൻ്റെ ഡെസ്റ്റിനേഷനിൽ ഇത് നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ടിക്കറ്റ് നമ്മൾ മുമ്പ് എടുത്തെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് ഇവിടെ എൻട്രൻസിൽ കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. എൻ്റെ ഗായ്സേ, ഉടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ തിരക്കാണ്. എൻ്റെ ദൈവമേ, തിരക്ക് കാരണം മനുഷ്യന് മേലാത്ത അവസ്ഥയാണിത്. പ്യൂപ്പൊലി ഗായ്സ്. അങ്ങനെ നമ്മളിത് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കയറി ഇടുന്നതായിട്ടുണ്ട്. അയ്യോ, മോസ്റ്റ് ക്രൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ക്രൗഡാണ്. അതിൽ എന്തൊക്കെ ചെയ്യേണ്ടത് നമുക്കൊന്നും മനസ്സിലാണ് മെയിൻ. അതാണ് അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. എൻട്രൻസ് തന്നെ ഒരുപാട് പൂക്കളുണ്ട്. അപ്പം ഇനി ഒരുപാട് പൂക്കൾ നമ്മൾ കാണാനുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഈ തിരക്കുള്ളതാണ് നമുക്ക് ഏറ്റവും ദേഷ്യം വരുന്നത്. കാരണം നമ്മളെ ശ്രദ്ധിക്കുമോ, ഞാൻ ഇവനെ ശ്രദ്ധിക്കുമോ, ആരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഇടയ്ക്ക് നമ്മുടെ എന്താ പറയുക, കൈവിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നു പോയി. അതുകൊണ്ട് നമുക്കെല്ലാം സേഫായിട്ട് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നടന്നുണ്ട് ഇവിടെ എത്തുന്ന പോവല്ല.
സത്യം പറയാൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം തിരക്ക് കാരണം ദേഷ്യം വരുന്നുണ്ട്, നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇടയ്ക്ക് വെറുതെ പറയാൻ പറ്റില്ല. അത് തന്നെ സത്യമായിട്ടും. അതുകൊണ്ട് നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം നമുക്ക് ക്യാപ്ചർ ചെയ്താൽ മതി കേട്ടോ. എല്ലായിടത്തും പൂക്കളുള്ളൂ. സൺഫ്ലവർ തോട്ടാണ് കാണുന്നത് കേട്ടോ. കുറെ ഫ്ലവേഴ്സിലാണ്. പൂപ്പൊലി മീൻസ് ഗൈസ് ഓൺലി ഫ്ലവേഴ്സ് ആർ ദെയർ. ഓക്കെ, ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ തൊലികളൊന്നും. ഗൈസ് നോക്ക്, ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് അതന്നെ, അതിന്റെ അത്ര ഒന്നും വരില്ല. അതാണ് കാര്യം. ഇത് കണ്ടോ, പൂക്കളിലൊന്നും തുടരുത്. ഇത് കണ്ടോ, ഇവിടെ ഇരിക്കരുത്, തുടരുത് എന്നൊക്കെയുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് മോസ്റ്റ് വെറൈറ്റി ഫ്ലവർ ആയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പൂ കാണുന്നത്. കണ്ടില്ലേ, അങ്ങനത്തെ 2-3 കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. ഞാൻ ശരിക്കുള്ള ഏതാ ഏതാ പമ്പ്? ഞാൻ മരത്തിച്ച് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പുതിയൊരു സംഭവത്തിലേക്ക് എത്താനായിട്ടുണ്ട്. എന്താണ് എന്തൊക്കെയോ പോയത് അതന്നെ എന്താണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്? മോസ്റ്റ് അവസ്ഥയിൽ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് മെയിൻ പറയട്ടെ, തിരക്കാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം വരാണ്. അയ്യോ, ആലിച്ചേട്ടൻ ഓട്ട് പോകുന്നു. അയ്യോ, ഞങ്ങൾ പെട്ടുപോയി. അയ്യോ ഞങ്ങൾ പെട്ടുപോയി. രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു. ഐസ്ക്രീം 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 ഐസ്ക്രീം. ആലിച്ചേട്ടൻ ഞങ്ങൾ എവിടെയാ? ഇഷ്ടല്ല, എനിക്ക് ഇഷ്ടമല്ല. ഏതാ ഇഷ്ടം? കഴിക്കും. എന്തായാലും തിന്നാൻ കഴിയും. അതാണ് ഞങ്ങളുടെ അവസ്ഥ. അല്ലേ പറ്റി അപ്പൊ നമുക്ക് നോക്കാം. അവിടെയാ? ഓ, ഞാൻ ഏതൊക്കെ ഫ്ലേവർ? സോ മെനി ഫ്ലവേഴ്സ്. ബാർ ഐസ്ക്രീമാ വേണ്ട. ഇവിടെ വരുമ്പോ ഇങ്ങനത്തെ ഐസ്ക്രീം ഉണ്ട്. ഇവിടെ പറഞ്ഞു അറിയത്തില്ല. നമ്മളോ അവിടെ പറയണോ? അതെ, അവിടെ പറയാം. ഓ വാ, ഇവിടെ പറയാം. 2 ഫ്ലേവർ മിക്സ് ചെയ്ത് തരുമോ? 2 ഫ്ലേവർ മിക്സ് ചെയ്തല്ലേ? സാറല്ലേ, അപ്പൊ നമുക്ക് കൊള്ളല്ലേ തിന്നാൻ പറ്റുള്ളൂ. ഇതെന്താ ഫ്ലേവർ? ഇത് മതി. എനിക്ക് വാനിലയും ഇതും ചോക്ലേറ്റും. ഇതെന്താ ഫ്ലേവറാ? ഗൈസ്, അപ്പൊ ഒരുപാട് ഫ്ലേവറുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് താങ്ക് യു. നോക്ക് ഗൈസ്, ആരൊക്കെ തട്ടി ഇടുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ മുമ്പിലേക്ക് വീഴും. ചോക്ലേറ്റ്, ബ്ലൂബെറി ഫ്ലേവർ. മറക്കണ്ട, എല്ലാ ഫ്ലേവറും ഇഷ്ടമല്ല. വാനില മോസ്റ്റ് ആണ്. എനിക്ക് വാനിലാണ് ഇഷ്ടം. ബ്ലൂബെറി. താങ്ക് യു. ഞാൻ തിരഞ്ഞെടുക്കും. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തേക്ക് മാറി മൈൻഡ്. പക്ഷേ കഴിക്കാട്ടോ. പൈസ ഓ എന്റെ ദൈവമേ. അതെ അതന്നെ. പിന്നെ ഞങ്ങള് പൈസ ഇല്ലാതെ മുങ്ങുന്നവരോർത്ത് കഴിച്ചു. നമുക്ക് അങ്ങനെ ആരും പറ്റിച്ചിരിക്കണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഐസ്ക്രീം കഴിക്കാണ്. അല്ല പറഞ്ഞിട്ടേ അല്ല, എത്രയോ ആൾക്കാർ വന്നു പോകുന്നത്. അപ്പൊ ഭയങ്കര അടിക്കുന്നു, ഒഴുകും. കൊച്ചേ വേണ്ടേ? അടിക്കുന്നു, ഒഴുകും. സ്ഥല കാശ് നമുക്ക് കഴിക്കാം. ഹായ്, വെറുതെ ഗൈസ്. അപ്പൊ നമ്മള് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ, മോസ്റ്റ് ക്രൗഡാണ്. ഓരോ എന്റെ ക്യാമറയിൽ എന്റെ ക്യാമറയിൽ ഐസ്ക്രീം. അത് എന്റെ ക്യാമറ ഐസ്ക്രീം കഴിച്ചാൽ തുടങ്ങി ഓടാൻ വേണ്ടി. ഗൈസ്, ഇപ്പം നമ്മുടെ ഈ പൂപ്പലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഷോ നമ്മുടെ കേരളത്തിലെ, നമ്മുടെ വയനാട് ജില്ലയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന അമ്പലവയൽ എന്ന സ്ഥലത്ത് അന്താരാഷ്ട്ര പുഷ്പമേളയും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവലുമാണ് നമ്മുടെ ഈ പൂപ്പൊലി എന്ന് പറയുന്നത്. അപ്പോൾ പൂപ്പൊലി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഫ്ലവേഴ്സാണ് മെയിൻ താരം അല്ലേ? അതെ. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് നമ്മുടെ ഈ പൂപ്പൊലിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പം സത്യം പറഞ്ഞാൽ ഈ പൂപ്പൊലി എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ കർഷകർക്കും വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മുടെ കൃഷി രീതികളെക്കുറിച്ചും നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും സത്യം പറഞ്ഞാൽ പൂപ്പൊലിയിലൂടെ കാണിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ പൂക്കൾ പ്രദർശിപ്പിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് ഇവിടെ വരുന്ന പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കേട്ടോ.
ഗായ്സ്, ഇപ്പോൾ പൂപ്പൊലി എന്ന് പറയുന്നത് നമ്മുടെ വയനാടുകാർക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഉള്ള കാര്യം പറയാലോ, മോസ്റ്റാണ്. അപ്പം ഒരുപാട് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് കാണാൻ പറ്റൂലേ. അപ്പം 100 ടൈപ്സിനേക്കാളും മേലെ വരുന്ന റോസാപ്പൂക്കൾ നമ്മുടെ പൂപ്പൊലിയിലുണ്ട്. അതുപോലെ തന്നെ ഓർക്കിഡുകൾ, ഡാലിയകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും പൂപ്പൊലിക്കും ഇതേപോലെ തന്നെ തിരക്കായിരിക്കും. അപ്പോൾ എല്ലാവരും പൂപ്പൊലി എന്ന് കേൾക്കുന്നവിടെ എല്ലാവരും നമ്മുടെ വയനാട്ടിലേക്ക് വന്ന് പൂപ്പൊലി കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട്. അപ്പം കണ്ടില്ലേ, പക്ഷെ നമുക്ക് ഈ പൂക്കളിൽ തൊടാനോ പിടിക്കാനോ പറിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. അല്ലെങ്കിലും പൂക്കളുകളെ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കരുത്. അതിങ്ങനെ ഭംഗിയാൽ നിൽക്കുന്ന കാണാനല്ലേ അതിൻ്റെ രസം എന്ന് പറയുന്നത്. പറിച്ച് കയ്യിലെടുത്തിട്ട് എന്താവാനാണല്ലേ. അപ്പോൾ കണ്ടില്ലേ, ഇഷ്ടം പോലെ പൂക്കളുകളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ആനത്തിരക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത ആനത്തിരക്കിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇനി മേലാൽ ഇങ്ങനെ തിരക്കുള്ളപ്പോൾ ജീവിതത്തിൽ ഇനി വരില്ല, ഉറപ്പിച്ച കാര്യമാണ് ഗൈസ്. പറ്റില്ല ഇങ്ങനെ തിരക്ക് കാണാൻ സാധിക്കാണ്. ദൈവമേ, പൂപ്പൊലി 2026 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവമേ, ഇവിടുന്ന് രക്ഷപ്പെടട്ടെ. മോസ്റ്റ് തിരക്കാണ് ഗൈസ്. നമുക്ക് നടക്കാം. എടാ, തിരക്ക് ഭയങ്കര ശല്യമാവുന്നില്ലേ? ഭയങ്കര ശല്യം, മോസ്റ്റ് ശല്യമാണ്. ഓ ഗൈസ്, എന്താ പറയാ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഗേൾസിനും ബോയ്സിനും എന്താ പറയാ, വേറെ വേറെ ക്യൂ ആണ് ഏറ്റവും നല്ല കാര്യം. ഇത് എല്ലാവരും കൂടി സെയിം ആണ്. അത് തന്നെ ഒരു എന്താ പറയാ, ഒരു കോർഡിനേഷൻ ഇല്ല അല്ലേ. ഒരു കോർഡിനേഷനും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലേ. സത്യം, കോർഡിനേഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത തിരക്കിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് നമ്മള്. ഇതാ, ഇനി പൂക്കൾ കണ്ടില്ലാന്നൊന്നും ആർക്കൊരു പരാതി വേണ്ട. കുറേ പൂക്കളുണ്ട് കേട്ടോ, പൂക്കളേ ഉള്ളേ. ഇപ്പം ഇടയ്ക്ക് സ്റ്റാളുകളും ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് വന്നിട്ട് ഞങ്ങൾ പെട്ടുപോയോ എന്ന് ഞങ്ങൾക്കൊരു സംശയം ഇല്ലാതില്ല. കാരണം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പഴയതിനേക്കാളും ഇച്ചിരി ആൾക്കാർ കൂടുതലുണ്ട്. കാരണം ഇന്ന് വർക്കിംഗ് ഡേ അല്ലല്ലോ. വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടുപോയെന്നൊരു ചെറിയ സംശയം നമുക്കില്ലാതില്ല. അത്രയ്ക്ക് തിരക്ക്, ആൾക്കാരിങ്ങനെ എന്താ പറയുക, ഒഴുകുന്ന പോലെയായിരുന്നു കേട്ടോ. അപ്പം നമ്മളങ്ങനെ രക്ഷപ്പെട്ട് നടക്കുകയാണ്. പൂക്കൾ തൊടാൻ പാടില്ല, പറിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അയ്യോ കുഞ്ഞാറ്റി, റഷ് മൈ ഗോഡ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഗെയിം കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരക്കിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, അങ്ങനത്തെ ഒരു ഗെയിം കളിക്കുന്നതായിട്ടാണ് ഗായ്സ് എനിക്കിപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവം ഒന്നും പറയണ്ട, ഒന്നൊന്നര തിരക്കാണ്. കാര്യം കാണാൻ എന്തൊക്കെയോ കുറേ ഉണ്ട്, പക്ഷെ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല ഗായ്സ്. അതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ പറയുക, എന്താ പറയേണ്ടത് അല്ലേ. തിരക്ക് കാരണം ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. നോക്ക് ഗായ്സ്, കുറേ എന്താ പറയുക, തുമ്പിയാണോ, പൂവ്, പൂവല്ലേ അല്ലേ. അപ്പോൾ പൂ പോലെ കുറേ സൂത്രങ്ങളുണ്ട്. ഇപ്പം പൂപ്പൊലിയിൽ പൂക്കൾ മാത്രമല്ല, നമ്മുടെ ഒരുപാട് കാര്യങ്ങളാണെന്ന് പറഞ്ഞല്ലോ. നമുക്ക് എന്താ പറയുക, റൈഡുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ഷോപ്പുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. പക്ഷേ ഈ തിരക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് കൊള്ളാം ഗൈസ്. അമ്മേ, ഇവിടെ റോസത്തോട്ടങ്ങളാണ് ഈ കാണുന്നത് ഫുള്ള് കേട്ടോ. റോസത്തോട്ടങ്ങളാണ് മുഴുവന്. പക്ഷേ റോസ വലുതായിട്ട് കുഴപ്പമില്ല. ഇത് നോക്കാം, അടുത്തൊരു അടിപൊളി എൻട്രൻസിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. എല്ലാ വർഷവും നമ്മുടെ പൂപ്പൊലി ജനുവരി 1 to 15 വരെ ആയിരിക്കും. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ഈ പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എന്താ പറയുക, പൂപ്പൊലിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, അടിപൊളിയാണ്. അപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക. ഞാൻ പറയുന്നത് തിരക്കുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുവാമാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടുപോകും. കാരണം കൂട്ടം തെറ്റിപ്പോകാനൊക്കെയുള്ള ചാൻസിന് അതൊക്കെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല, നമുക്ക് ഓൺ ദ വേയിൽ നോക്കാം ഗൈസ്. ഇവിടെ സൈഡും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ എസ്കേപ്പായി നടക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് സേഫായിട്ട് നമുക്ക് നടന്നേ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അതാണ് അവസ്ഥ. ഗൂഗിൾ പേ ഇല്ലാന്നാണ് പറയുന്നത്. അപ്പോൾ പോപ്കോണിന് എനിക്കറിയത്തില്ല, അവർ അതന്നെ ഇതുവരെ ആർക്കും മാറ്റം വന്നിട്ടില്ല. ഗൂഗിൾ പേ ഇല്ലാന്ന് നമുക്ക് ഇവരൊക്കെ എവിടുന്നാണ് വരുന്നത്, എന്താണ് അവസ്ഥ? മോസ്റ്റ് അവസ്ഥയാണ്. വെള്ളത്തിൽ കൂടെ ഓരോ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ മൊയല്, ഇതേ റൂബി, വാ ജസ്റ്റ് പോയിട്ട് നോക്കിയാലോ. ക്യൂ വേണം തോന്നുന്നു അവിടെ. അവസ്ഥ ഗായ്സ്, പോപ്കോൺ സാൾട്ടാണ് കേട്ടോ. സാൾട്ടി പോപ്കോൺ വേണ്ട.
ടൊമാറ്റോയാണ് ഗൈസ് ഇഷ്ടം. ഈ മനുഷ്യന്മാർക്ക് ആർക്കും ഒരു കോമൺ സെൻസും ഇല്ല. വഴിക്ക് മിഴിച്ചു നിന്നോളും. നമ്മൾ വന്നാലും നമ്മളെ ഇടിച്ചങ്ങിടും. മോസ്റ്റ് ക്രൗഡാണ് കാഴ്ച വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മാറിയാലും അവർ മാറൂല. നമ്മുടെ മേധയും നമ്മളെ ഇടിച്ചിട്ടിട്ടാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ഭയങ്കര അവസ്ഥയാണ്. നമ്മൾ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് പോയി നിന്നാലും അവിടേക്കും കൂടി ഒന്ന് ഇടിച്ചു കയറി നമ്മളെ തെറിപ്പിച്ചിടലാണ് എല്ലാവരുടെ സ്വഭാവം ഇല്ലേ? നമ്മളെ തെറിപ്പിച്ചിടാവരവാണ്. ഇവിടെ ഗാനമേള എന്തുകൊണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ ദൈവമേ, മോസ്റ്റ് ആണ് ഏറ്റവും നല്ല കാര്യം. അതന്നെ ഇങ്ങനെ എന്താ പറയാ, തിരക്കുള്ളപ്പോൾ ദേവജീത് വരണ്ട എൻ്റെ കാഴ്ചേ അവസ്ഥ. അതന്നെ നമ്മുടെ വീട്ടിൽ ശിവങ്കണ്ണാണ് ദിവസമുണ്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഗൈസ്, അപ്പം നമ്മുടെ വയനാടിൻ്റെ വർത്തമാനം, നമ്മുടെ വയനാടിൻ്റെ സ്വന്തം വയനാട് വിഷൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പം ഈ നമ്മുടെ വയനാട് വിഷൻ ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എൻ്റെ വീഡിയോയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അതേ അനുഭവം ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും പല 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 രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും. അപ്പം അതും കൂടി എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ നോക്ക്, എന്ത് രസമല്ലേ ജെയിൻറ്റ് വീൽ കാണാൻ. ഞാൻ ഇതുവരെ ജെയിൻറ്റ് വീലിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കതൊരു ആഗ്രഹം കൂടി ഉണ്ട്, ജെയിൻറ്റ് വീലിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ജെയിൻറ്റ് വീൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജെയിൻറ്റ് വീലിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് നമുക്ക് അടുത്ത് പോയി നമുക്ക് വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ. അപ്പം നമ്മളിവിടെ ജസ്റ്റ് വന്നിട്ട് ഇതൊക്കെ ജസ്റ്റ് കാണുമായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്ന ഇങ്ങോട്ട് നോക്കിയാലോ. ഗായ്സ്, അങ്ങനെ നമ്മൾ സ്റ്റാളുകളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ചെടികൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതിൻ്റെ തൈകളും കാര്യങ്ങളും അതുപോലെ തന്നെ മിഠായികൾ, എല്ലാ സംഭവങ്ങളും, നമുക്ക് ഡ്രസ്സ് എല്ലാം നല്ല വിലക്കുറവ്. നമ്മളിപ്പോൾ മിഠായി തെരുവിലും അല്ലെ നമ്മൾ ബ്രോഡ്വേയിലൊക്കെ പോയില്ലേ, അതേപോലെ നമുക്ക് തോന്നും. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര ക്രൗഡാണ്. അതാണ് ഇഷ്യൂ. നമ്മൾ ബി കെയർഫുൾ ആയിരിക്കണം. അപ്പം നോക്ക്, ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൈഡിലേക്ക് ഇങ്ങനെ അപ്പം സത്യം പറഞ്ഞാൽ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗായ്സ്, അപ്പോൾ നമ്മൾ നോക്കി ഇവിടെ ഒരു സൂത്രം കണ്ടിട്ടുണ്ട്. ഗിഫ്റ്റ് വൗച്ചർ എന്നൊക്കെ പറഞ്ഞ ഗെയിമാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മളൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്ത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പിൻ ചെയ്യാൻ പറ്റും. സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ അല്ലെങ്കിൽ ബെറ്റർ നെക്സ്റ്റ് അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചർ, അങ്ങനെ നമുക്ക് അത് ഏതാണോ വെറുതെ നമുക്കത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വെറുതെ ട്രൈ ചെയ്യാം. വെറുതെ ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേടാ? വെറുതെ ട്രൈ ചെയ്യാം. എന്താണെന്നൊന്നും അറിയില്ല. ഫോളോ ചെയ്തിട്ടുണ്ട് നമുക്ക് വെറുതെ കറക്റ്റ്. ഒരു മഞ്ചാണ്, പക്ഷെ മഞ്ച കുഴപ്പമില്ല. ഇവിടെ തൊട്ട് അവിടെ വരെ എത്താൻ മാത്രമുള്ള കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് മഞ്ചാണ്, സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഇട്ടുള്ളത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ ഗൈസ്. ഗൈസ്, അപ്പോൾ അവർ തന്നെ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് നമ്മൾ കഴിച്ചോണ്ട് പോകുന്നത്. അറിഞ്ഞോണ്ടാ ഇന്നലെ ഒരു മഞ്ഞ് കിട്ടി. നമുക്ക് തിരക്കുന്ന ഗൈസ്, നമ്മൾ പുളിമുട്ടായി എടുക്കാൻ പോവാണ്. ഇത് മതിയോ? കണ്ട ഗൈസ്, പുളി കുറെ മിഠായികളുണ്ട്. ഞാൻ നമുക്ക് ഇത് കഴിക്കാം. ഗൈസ് നോക്ക്, മെർമെയ്ഡ് ഉണ്ട് നമ്മുടെ ഇവിടെ. അപ്പൊ അതിനെ കാണാൻ വേണ്ടി പോവാണ് അടുത്തതായിട്ട്. ഞാനൊക്കെ നമ്മള് കോസ്റ്റ്യൂം ഇട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാറിൽ ചാടുന്നതാണ്. അതെ, ഞങ്ങൾ കോസ്റ്റ്യൂം വാങ്ങിച്ച് ഞങ്ങളുടെ പുഴ ചാടി ഞങ്ങൾ ലൈവ് ഷൂട്ട് ചെയ്യും. നോക്കിക്കോ അല്ലേ? മമ്മ തയ്ച്ച ഞങ്ങൾക്ക് കോസ്റ്റ്യൂം മെർമെയ്ഡിന്റെ അല്ലേ? ഗൈസ്, അപ്പം നമ്മുടെ ലൈവ് മെർമെയ്ഡ് ഷോ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതുവരെ മെർമെയ്ഡ് ഷോ ഒന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നോക്ക്, നമ്മൾക്ക് മെർമെയ്ഡ് ഷോയ്ക്ക് വേണ്ടി എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട വന്നു 100 റുപ്പീസ് കേട്ടോ, നമ്മളെ ടിക്കറ്റിന് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞേ. ഗൈസ് നോക്കൂ, ഞാൻ ഫിഷിന്റെ അടുത്താണ്
നമ്മളിപ്പോ നിൽക്കുന്നത്. നോക്കൂ, അവിടെ മാത്രല്ല ഗൈസ്, നോക്കൂ നോക്കൂ, ഇവിടെ ഉണ്ട് കേട്ടോ. അതിന്റെ മേത്ത് പൂപ്പലായി. അയ്യോ, ഷാർക്കയുടെ വീട് എടുത്തടാ. ഇവിടെ എടുത്തോ, എടുത്തോ. ചീങ്കണ്ണി അല്ല അത്. നോക്ക്, ഒരുപാട് ഫിഷുകളെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നോക്ക്, എന്ത് രസാലേ, അടിപൊളി, സൂപ്പർ കൂൾ. ഹായ്, നിറച്ചുണ്ട് കേട്ടോ. നിറച്ചു നിറച്ചു. ഗായ്സ്, ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മെർമെയ്ഡ് എവിടെ പോയി? ഇതെന്താ കുറേ മീനുകളാണല്ലോ ഒന്നുമില്ലേ? മെർമെയ്ഡ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് മീനുകളെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ വലിയ ഫിഷസ് ആയിരുന്നു. സത്യം പറഞ്ഞ അടുത്ത് വറക്കാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാണേ. അപ്പോൾ നോക്കിക്കേ, എത്ര തരത്തിലുള്ള മീനാണല്ലേ. പക്ഷേ ഈ മീനുകളിനകത്ത് ഒരുപാട് മീനുകൾ പൂപ്പൽ വന്നിട്ടും അല്ലാതെ ചത്തൊക്കെ താഴെ കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പം എനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ടോ. ചില മീനുകളുടെ മേത്ത് ഇങ്ങനെ പൂപ്പൽ വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പൂപ്പൽ വരുന്ന ഫിഷിനകത്ത് അവരുടെ കൂടെ കുറച്ച് കല്ലുപ്പ് ഇട്ടാൽ മതി, അത് വേഗം ഉണങ്ങുന്നൊക്കെയുള്ള ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലായാലും നമ്മൾ അക്വേറിയത്തിൽ അങ്ങനെ കല്ലുപ്പ് ഇടാറുണ്ട്. അത് കുറേയൊന്നുമല്ല, ഒരു 2-3 കല്ലുപ്പൊക്കെ നമ്മൾ അക്വേറിയത്തിൻ്റെ ഓരോ സൈഡിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പല വെറൈറ്റീസ് ഓഫ് കളേഴ്സിലുള്ള ഫിഷസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്ക്. നല്ല മിന്നാമിന്നീൻ്റെ കളർ പോലത്തെ വരെ മീനുകളുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ മീനുകളോട് ഭയങ്കര ഒരു ക്രൈസുള്ള ആളാണ് ഞാനും. മീനുകളെ വളർത്താനും മീനുകളെ കാണാനും ഒരേപോലെ ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. നമ്മുടെ ഫിഷിംഗ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? പുഴയിൽ പോകുമ്പോൾ നമ്മൾ മീൻ പിടിക്കുന്നതും ചൂണ്ടയിടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇനി ഓൺ ദ വേയിൽ നമ്മുടെ അങ്ങനത്തെ ഒരുപാട് വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ മീനുകളെയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മെർമെയ്ഡുകളെ കാണാൻ പോകുന്നതാണ് നമ്മൾ ഓർക്കുന്നത്. കണ്ടില്ലേ, ഇവരിങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇവരെ വിട്ടിട്ട് മെർമെയ്ഡ്സിനെ കാണാൻ പോകാൻ തോന്നില്ല. എന്തായാലും മീനുകൾ എവിടെ കണ്ടാലും നമ്മുടെ കണ്ണറിയാതെ അങ്ങോട്ടേക്ക് പോകും അല്ലേ. ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മുടെ ഈ ഫൈറ്റർ ഫിഷിന് എല്ലാവർക്കും അറിയില്ലേ, മോസ്റ്റ് അട്രാക്റ്റീവ് ആണല്ലേ. എല്ലാ ഫിഷുകളും അട്രാക്റ്റീവ് ആണ് കേട്ടോ. എങ്കിലും എനിക്ക് വാല് ഒരുപാടുള്ള ഫിഷസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടില്ല, ഇതേപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മളെ ഗപ്പിയിലായാലും അത് ഒരുപാട് വാലുള്ള മീനുകളുണ്ട് അല്ലേ. പിന്നെ ഗോൾഡൻ ഫിഷ് അടിപൊളിയാണ്. പിന്നെ ഇവരെയൊക്കെ നോക്കുന്നത് നമ്മൾ അതേപോലെ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ അവർക്ക് ഫുഡൊന്നും കൊടുത്തില്ലെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ വെള്ളം ക്ലീൻ ചെയ്തില്ലെങ്കിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നോക്കിക്ക്, ഇവന് എന്ത് രസമല്ലേ കാണാൻ. എനിക്ക് അവനെ കാണുമ്പോൾ തന്നെ അവന് കളിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അവനെ സത്യമായിട്ടും എന്ത് രസമല്ലേ അവനെ കാണാൻ, ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ കണ്ട വരി വെച്ച് നമ്മുടെ പുറകെ വരികയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ചിക്കൻ. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഇവരുടെ മുഖം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമുക്കിനി മെയിൻ ആളെ നമ്മുടെ മെർമെയ്ഡിനെ കാണാൻ പോകും. നോക്കൂ ഗൈസ്, നമ്മുടെ മെർമെയ്ഡ് നോക്കുക, അവിടെയാണുള്ളത് ഗൈസ്. ശ്വാസം പിടിക്കാൻ വേണ്ടിയാണോ ഗൈസ് മോളിൽ പോയോന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് നോക്കി നോക്കണം മെർമെയ്ഡ് എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ലെറ്റ്സ് ഗോ. എന്താ കാണിക്കുന്നത്? മുട്ടുള്ള മെർമെയ്ഡാണോ അൽജേട്ടാ? മുട്ടുള്ള മെർമെയ്ഡാണോ? ഒരു എയർ എടുക്കാൻ വേണ്ടി മോളിൽ പോകുന്നയാ. അല്ല, ശ്വാസം മുട്ടി സീനാവും മോനെ. ഞാനൊക്കെ ചാടണം. പിന്നെ മെർമെയ്ഡ് ഒറിജിനലായി പോകും. പിന്നെ വലിയ കത്തി വേണ്ട. എന്തിനാ 2 മെർമെയ്ഡ് ശ്വാസം കിട്ടാതെയായിട്ട് മോളിൽ കയറിയിരുന്ന ആരോടാ സ്വകാര്യം പറയുവാണ് ഗൈസ്. ഇത് കള്ളത്തരത്തിലുള്ള മെർമെയ്ഡാട്ടോ. ഇതെന്ത് കള്ളത്തര? മെർമെയ്ഡ് തന്നെ എപ്പോഴും കടലിലടിക്കായിരിക്കും, വെള്ളത്തിലടിക്കായിരിക്കും. ഇത് ശ്വാസം കിട്ടാത്ത മെർമെയ്ഡാണ് ഗൈസ്. അവസ്ഥയായിട്ടാണ് തോന്നുന്നത്. അതാ ഗൈസ്, മെർമെയ്ഡ് കണ്ണടയൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പോകുന്നത് മെർമെയ്ഡ്. നമുക്ക് ഹായ് പറയാൻ നമുക്ക് അറിയത്തില്ല കേട്ടോ. നല്ല ഷോ ഇടുന്ന മെർമെയ്ഡാണ്. ഇത് ലവൊക്കെ കാണിക്കുന്നുണ്ട്, ഇത് ടാറ്റയൊക്കെ തരുന്നുണ്ട്. ശ്വാസം കിട്ടാതെ ഇപ്പം മുകളിലേക്ക് പോയിട്ട് ശ്വാസം പിടിച്ച് വെച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ്. നമ്മളെ മിക്കവാറും കുളിപ്പിക്കുമെന്ന് അറിയത്തില്ല. അതാണ് ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മെർമെയ്ഡിൻ്റെ അവസ്ഥയാണ് ഗൈസ്, പാവം അവസ്ഥയാണ്. ആ മുകളിൽ അവർ സംസാരിച്ചോണ്ട് ഭയങ്കര കഷ്ടം തന്നെയല്ലേ. ഭയങ്കര കഷ്ടം തന്നെയാ. ഭയങ്കര റിസ്ക്കാണ് ശ്വാസം പിടിച്ച്. അത് തന്നെ ബെൽറ്റ് ഇട്ട മെർമെയ്ഡാണ്. കുറെ പറയാൻ കണ്ടിട്ട് നമുക്ക് നോക്കാം മെർമെയ്ഡ് നമ്മുടെ അടുത്തേക്ക് വരും.
തൊട്ട് ഞങ്ങൾ മെർമെയ്ഡ് പിന്നെ ആരും പറയരുത് മറ്റേ എന്താ ഏഴുകൾ ചാടി വന്നത് ഞാൻ പറഞ്ഞതാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താ പറയാ ലിറ്റിൽ മെർമെയ്ഡ് മൂവി കണ്ടവർക്ക് മാത്രം. അപ്പൊ ഞങ്ങൾ മെർമെയ്ഡ് ആവും, മെർമെയ്ഡിന്റെ സിസ്റ്റേഴ്സും ആവും, എല്ലാവരും ആവും അല്ലേ. മേള് കോസ്റ്റ്യൂം ഇട്ട് വൈകാതെ വരുന്നതാണ്. വെയിറ്റ് ഗൈസ്, പാവം അവസ്ഥ അല്ലേ, മോസ്റ്റാണ് ഗൈസ്. അപ്പൊ നമ്മളത് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിനി പോകാൻ പോണേ. അയ്യോ നോക്കണ കറുത്ത മീനുകള്, നോക്ക് നോക്ക് ഗൈസ്, ഒരു കൂട്ടം കറുത്ത മീനുകൾ നോക്ക്. നോക്ക് ഗൈസ്, എന്ത് രസം കാണാന്, അടിപൊളി. എന്റെ ക്യാമറ ബ്ലർ ആണോ? സോറി ഗൈസ്, നോക്കൂ, നല്ല രസമുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾ? കാണുന്നുണ്ടോ? ഭയങ്കര സ്നേഹല്ലേ, ഭയങ്കര സ്നേഹം. നിങ്ങൾ ഇങ്ങോട്ട് തിരിയടാ, ഇങ്ങോട്ട് തിരിയ. അടുത്തരാ ജെൻഫീൽഡിന്റെ അടുത്തും അതുപോലെ നമ്മുടെ ഓക്കെ പോരാം. വാവ് നോക്ക് ഗായ്സ്, നമ്മുടെ പോപ്കോൺ. വാവ് അടിപൊളി, മുളക് പൊടിയിലൊക്കെ തേച്ച് അവര് അടിപൊളി. അറ്റ്ലാസ്റ്റ് നമ്മൾ നമ്മുടെ ജെയിൻറ്റ് വീലിൻ്റെയും അതുപോലെ തന്നെ ആകാശ തോണീൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാ വിളിച്ചിങ്ങനെ നിന്ന് പോകൂലേ. അപ്പോൾ നമ്മളിവിടെ കോണ് നമ്മൾ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആകാശത്തോണി ഇതേ ആട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിതുവരെ അത് ആടിയിട്ടില്ല, എനിക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ജെയിൻറ്റ് വീലിലും അതെ കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് ആടണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആദ്യം അങ്ങനെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഗായ്സ്, അപ്പോഴാണ് രണ്ട് കുട്ടികളൊന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഒരുപാട് പേര് വന്ന് നമ്മളോട് മിണ്ടുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ ഒന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൊക്കോണല്ല, ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിൽക്കാനോ കളിക്കാനോ കഴിയുന്നില്ല. കാണുന്നില്ല ആണോ? എവിടെ പോയി ഗായ്സ്? നമ്മുടെ ആരും ചേട്ടനും കാണുന്നില്ല. മോസ്റ്റ് പ്രൗഡിന്റെ ഇടയ്ക്കാണ് ഞങ്ങൾ. അതല്ല എവിടെ ഉണ്ട്? ഓ വാവ് ഗായ്സ്, മോസ്റ്റ് റൈഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയി? അയ്യോ നമ്മളതിന് രക്ഷപ്പെടും ഗായ്സ്. നമ്മുടെ പോപ്കോൺ അല്ല കേട്ടോ, നമ്മുടെ കോണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളത് കഴിക്കാതെയാണ് ഇപ്പോൾ ഓടിക്കേണ്ടത്. പക്ഷെ ആരും ചേട്ടനെല്ലാം കൈ പഠിച്ച് കഴിച്ചിട്ടാണ്. അയ്യോ ആരും ചേട്ടൻ കറങ്ങൾ ഇപ്പൊ നിൽക്കും ഗായ്സ്. നിന്നു ശിവം സമാപ്തം. അടിപൊളി. എനിക്ക് ഈ ഹോട്ടൽ പോയി തിന്നാൻ കഷ്ടപ്പെടാ. കഴിഞ്ഞാലൊക്കെ ഞാൻ കഴിക്കാം. എന്റെ കൈ കണ്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ ബാൻഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ബാൻഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ആലും ചേട്ടന് പരിചയമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ പരിചയപ്പെടാന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാൻഡ് ഒന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ.
ഇവർ നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ബോസ് ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്ത് ടാറ്റയൊക്കെ തന്നെ അവർ പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ കേട്ടോ. നമ്മുടെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിരുന്നു. അപ്പോൾ അവരൊക്കെ അൽജേട്ടൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം നമ്മുടെ ആ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ലാസ്റ്റ് നമ്മളത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽജേട്ടൻ പോപ്കോണൊക്കെ പിടിച്ചവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അങ്ങോട്ട് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ അടിപൊളിയാണ്. കുറച്ച് നേരമുള്ളൂ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളോട് അൽജേട്ടൻ പറയുകയാണ് ഇതെല്ലാം അവരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവരാണ് എല്ലാം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മളെ അവരെ പരിചയപ്പെടുത്തുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗായ്സ് കണ്ടില്ലേ, ഉണ്ടോ, ഇത് അവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം അവരിവിടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. വാവ്, അടിപൊളി. വർക്കല്ല ഇവരാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വർക്കെല്ലാം ഇവരാണ് ഇവിടെ ബാക്കിലത്തെ ബാൻഡിന്റെ പാട്ടൊക്കെ നമ്മൾ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കൊക്കെ ഇങ്ങനെ ഇറച്ചി കയറി വരുന്നുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേൽമുരുക എന്നുള്ള സോങ് ആണ് കേട്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇല്ലം ബാൻഡ് നമ്മുടെ വയനാട്ടിൽ തന്നെ ഉള്ളവരാണ്, നമ്മുടെ കൽപ്പറ്റ ഉള്ളവരാണ്. അപ്പോൾ അതും നമുക്ക് സത്യം പറഞ്ഞ ഒരു അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ബാൻഡ് സോങ്സ് ഒക്കെ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ആണോ കൈയടിച്ചതോടെ ചതിക്കുന്നതാണോ അഭിപ്രായം? അല്ല, പെണ്ണ് ചതിക്കുമെന്ന് പറയുന്നവർ ആരൊക്കെയുണ്ട്? പെണ്ണ് ജീവിക്കണ കണ്ണിന്റെ കച്ചവടം പോയുള്ള കാശും പോയി, പെണ്ണ് ജീവിക്കണ കണ്ണിന്റെ കച്ചവടം പോയുള്ള കാശും പോയി.
കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അവരെ പോയി പരിചയപ്പെടുന്നതാണ്. അപ്പോൾ നല്ല വിശക്കുന്നുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ അൽജേട്ടൻ്റെ അടുത്ത് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി ഒന്നും കൂടി നമ്മളിനി ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ. പോവല്ലേ? അപ്പം ലെറ്റ്സ് ഗോ ഗൈസ് ആൻഡ് ഈറ്റ് സംതിങ്. വാവ് ഗൈസ്, ഇത് കോളിഫ്ലവർ ആണോ? കോളിഫ്ലവർ അത് നോക്കൂ ഗൈസ്, ഹോട്ടാണോ തോന്നുന്നത്. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടിയിട്ടുണ്ട്, ചൂടുണ്ടെന്ന് പറയുന്നത്. ഗായ്സ്, അപ്പം ബജി ബുജി ഗജി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കോളിഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മോസ്റ്റ് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മുളക് ബജി വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മളിവിടെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഹോട്ടായിരുന്നു, എൻ്റെ നാവൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഭയങ്കര തിരക്കാണ്, എല്ലാവരും തന്നെ വന്നിട്ട് ഇത് കഴിക്കുന്നുണ്ടായിരുന്നു. പ്ലേറ്റിന് 80 റുപ്പീസാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം നമ്മളിത് മോസ്റ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ടാ, അതുകൊണ്ടാണ് നന്നായിട്ട് നമ്മൾ മോസ്റ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ട്. കടിക്കണം നിങ്ങളവിടെ ചാടിട്ടോ വിഷമിട്ട് പാടാം. കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന നല്ല ടേസ്റ്റ് ആണ്. ഇല്ല അതിൽ അയ്യോ നമ്മൾ മോശമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. ടേസ്റ്റ് അടിപൊളിയാണ്. എൻ്റെ വായിൻ്റെ ഇടയ്ക്ക് പൊള്ളിയും പോയാ ഇത്ര ചൂടിൽ തരുന്നെന്തിനാ? എടാ എപ്പോഴും ഞങ്ങൾക്ക് ടെൻഷനടിക്കാനേ സമയമുള്ളൂ. ഞാൻ തന്നെയാ. കഴിച്ചായിരുന്നോ? ഇല്ല, അമ്മ വന്നില്ല. ഇല്ല, അമ്മ വന്നില്ല. ശരിക്കും നിങ്ങളെ വീടാണോ അവിടെ? അതെ, ശരിക്കണോ? ചില സമയത്ത് പാട്ട് പാടുന്നതാണോ? ചില സമയത്ത് ഭയങ്കര ഡീസൻ്റ് സീരിയസ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സാം എഴുതാൻ വേണ്ടി അത് തന്നെ ഞാൻ എല്ലാം കാണാറുണ്ട്. എല്ലാം കാണാറുണ്ട്. ഒരു എന്താ പറയാ, ഒരു റിലാക്സ്മെന്റ് ആണോ? താങ്ക് യു. ഒരു ലോജിക് ഇല്ലാത്ത ഗായ്സ്. അപ്പം സത്യം പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക് വരുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം എന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ കേട്ടോ. നമ്മുടെ ഫാനെന്ന് പറഞ്ഞിട്ട് ശേഷം ഒന്ന് മിണ്ടിയിട്ടുണ്ട്. അടിപൊളി. ഭയങ്കര സീരിയസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. താങ്ക് യു. താങ്ക് യു. പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി കഴിക്കാനുള്ള വരും ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുക. ഞങ്ങൾക്ക് എത്രയും പെടുത്ത് ബോഡി ഗാർഡ്സിന് ആവശ്യമാണ്. ഭാരതഗിരി ശാന്തരാണ്. ഫാൻസ് കാരണം വയ്യ. അവർ കടലമാവിൽ മുക്കി എണ്ണയിലേക്ക് കോരി ഇടുന്നൊരു തിരക്കാണ്. അയ്യോ, അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തും തെറിക്കും. അതുകൊണ്ട് നമുക്ക് നൈസിൽ മാറി നിന്നേക്കാം. വെറുതെ നമ്മളും കൂടി ഫ്രൈ ആവണല്ലോ. ചെറിയ ചട്ടിയാണ് അത് തന്നെ. അപ്പം നമുക്ക് നമ്മുടെ ഫ്രൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിൻ്റെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്നുണ്ട് ചേട്ടൻ. നമ്മൾ ഫ്രൈ മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. ഓ നോ ഗായ്സ്, എനിക്ക് ക്യാമറയ്ക്ക് ചാർജ് ഉള്ളോ? ഗായ്സ്, നമ്മുടെ പൊട്ടറ്റോ എന്താ റോള് എന്ത് വേണേൽ നമുക്ക് പറയാം. റോൾ ഫ്രൈ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ സോ ലെറ്റ്സ് ഈറ്റ് ഗായ്സ്. അടിപൊളി. നോക്കൂ ഗായ്സ്, വാ കണ്ടില്ലേ വറന്ന് കിടക്കുന്നത്. ഞാൻ കുത്തി മാറ്റി വെച്ചേക്കുന്നത്. ഓ, ഇത് കരിഞ്ഞു പോയതുകൊണ്ടാണ് തോന്നുന്നു. അല്ല, അത് വെറുതെ ഷോയ്ക്ക് വെച്ചിട്ടാണ് ഗായ്സ്. ഇതൊക്കെ എടുത്ത് മറക്കിട്ടുണ്ട്. വാവ് ഗായ്സ്, മയോണൈസാന്ന് തോന്നുന്നു. അപ്പം നമുക്കിത് കയ്യിലേക്ക് വാങ്ങാം. ഓ വാവ് ഗായ്സ്, ഐ ഗോട്ട് ഇറ്റ്. വാവ്, ലെറ്റ്സ് ഈറ്റ്. അപ്പം ഞാൻ ഇനി കഴിക്കാൻ വേണ്ടി പോണേടാ. നിങ്ങളും കൂടെ വരല്ലേ? ഓ, ഇപ്പോൾ കുട്ടിയല്ലേ സോറി. ഓ ഗായ്സ്, നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ട്. അല്ലേ മങ്ക? തുടക്കം കഴിക്കണേ.
അറിയില്ല. അറിയാണെന്ന് കഴിച്ചു നോക്കട്ടെ. കഴിക്കും അയ്യേ മണ്ടൻ. ടേസ്റ്റ് ഉണ്ടോ ആവോ? വായിൽ വെച്ചിട്ട് വരുന്നില്ല. അടിപൊളി. ക്യാമറ എപ്പോഴും ബ്ലറാണ്. എനിക്ക് ഇതിനകത്തൊരു ഷോർട്സ് എടുത്തരുമോ? ആ അപ്പോൾ നമുക്കിത് കഴിക്കാം. നിങ്ങൾക്ക് അറിയില്ല പറ്റും. ഓടാൻ ആർക്കും പറ്റില്ല, കാരണം ഞങ്ങളാണ് തിന്നോണ്ട് ഓടുള്ളൂ. മതിയാക്കി എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടമായില്ല. ആരെ കുത്തിക്കൊണ്ടെങ്കിലേ അമ്മ വന്നില്ല. ഇല്ല ആയിക്കോട്ടെ ശരിയാ. ഗായ്സ് അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും ഇല്ലം ബ്രാൻഡിന്റെ ഒരു പൊട്ടിട്ട് നിന്ന സമയം കൊണ്ടാണ് ഗൈസ് ഷോ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അവരോട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. പോകുന്ന വഴിക്ക് അവരുടെ വണ്ടീനെ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് മിണ്ടി ചേട്ടൻ പോയിട്ട് അവരോട് മിണ്ടാണ് ഗൈസ്. നമ്മളോട് ഒത്തിരി പേരും നമ്മുടെ ഫാൻസാണെന്ന് പറഞ്ഞ് കുറേ പേരും നമ്മളോട് മിണ്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായില്ലേ. നമ്മുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ്, കാണുന്നുണ്ട്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരൊന്ന് മിണ്ടി. അതൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായില്ലേ മറ്റേ. അപ്പോൾ ആവശ്യമുണ്ട് വായിൽ. ചിലരുടെ ഡ്രസ്സിലും ചിലത് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഇതായിട്ടെടുത്ത് ആലും ചേട്ടൻ്റെ ഡ്രസ്സും കൊണ്ടുപോയി ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. എൻ്റെ ഗൈസ് അവരുടെ അടുത്തേക്ക് പോയി മിണ്ടാൻ ആലും ചേട്ടൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നേരം ഷോ നടന്ന സ്റ്റേജിലേക്കാണ് നമ്മളിനി കയറാൻ വേണ്ടി പോകുന്നത്. അപ്പം കയറുന്നുണ്ട് കേട്ടോ. അതടുത്ത് ഞങ്ങളുടെ ചെറിയൊരു ഡാൻസ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ഓക്കെ. ആ അതെ അതെ കണ്ടപ്പറയില്ല. അങ്ങനെ നമ്മളിത് നമ്മളെ ആലും ചേട്ടനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ആരും പറഞ്ഞവരെ നമ്മളെ മോസ്റ്റായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബാൻഡിൻ്റെ ആൾക്കാരെ. ഇവൻ സിംഗർ അവിടുത്തെ വയനാട്ടിലെ ഈ ഒരു ടൈപ്പ് സിംഗിങ്ങിൽ ഏറ്റവും അടിപൊളി, ഒന്നും പറയല്ല. ഷോ നടന്നുകൊണ്ടിരുന്ന സ്റ്റേജ് അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. നോക്കൂ. അപ്പം അവരെയൊക്കെ നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ട്. സോ ഗൈസ് ഇനി ഞാൻ വീണ്ടും തിരക്കിലേക്ക്. ഇല്ലത്തിന്റെ അടിപൊളി. അതെ അതെ സൂപ്പർ ഡ്യൂപ്പറാണ്. സൂപ്പറാണ്. അതെ അതെ സൂപ്പറാണ്. ഓക്കെ ഗൈസ് എന്തൊക്കെയാ പറയുന്നുണ്ട് മനസ്സിലായില്ല. ഓക്കെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. എടാ ആലോചന എങ്ങോട്ടാണ് ഈ അപ്പുറത്ത്? പക്ഷേ അപ്പുറത്ത് നോക്ക് ഗൈസ്, ഇത്തിരി നേരം ഷോ നടന്നതിൻ്റെ ഒരു പൊടിപൂരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആലോചനയുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ കഴിഞ്ഞ് ഇനി ശ്വാസം നേരെ വീണ ഇനി അതിൽ വലിയതായിരിക്കും. അമ്മേ കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കൈ പിടിക്കും അമ്മേ. അയ്യോ ഒന്നൊന്നര പോക്ക് തന്നെയായിരുന്നു. എന്നാ പറയാനാണ് ഗൈസ്. അമ്മേ അതെ ഓട്ടോ ഇതാണ് ഗൈസ്. വണ്ടിയിൽ കയറട്ടോ. ഗായ്സ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു വലിയൊരു യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് ഇപ്പോൾ വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പൂപ്പല് വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. കുറേ ഉണ്ട്, കുറേ ഇല്ല. ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരക്കിൻ്റെ ഇടയ്ക്ക് പോയി നിന്ന് തട്ടുമുട്ടും വാങ്ങി കുറേ അടി കൂടി എടുക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. അത് തന്നെ സത്യം പറഞ്ഞാൽ ഡ്രോണിൻ്റെ ആവശ്യമുണ്ട്, അതാണ് എനിക്ക് തോന്നുന്നത്. ഒക്കെ പോട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പോയിട്ട് കേമായിട്ടൊന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ എല്ലാവരും അടുത്ത സൂപ്പർ കൂൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ. ഗായ്സ് വൈൻഡപ്പ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ വീണ്ടും വന്നു അല്ലേടാ. നമ്മൾ ഫുഡ് കഴിക്കാന്ന് ഓർത്തോ അല്ലേ ഗായ്സ്? അല്ലേ അല്ലേ ചേട്ടാ? അപ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരി എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തി നമ്മളൊരു ഷോപ്പിലിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ലെറ്റ്സ് ഗോ. വാവ് ഗായ്സ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷവായ ഷവായ് ഹാൻഡ് റൈസ്. നമ്മുടെ കുക്കുംബർ വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ വന്നിട്ടുണ്ട്? മയോണൈസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ കുക്കുംബറാണ് കഴിക്കാൻ തോന്നുന്നത്.
കഴിക്കാം. നല്ല വിശപ്പുണ്ട്. എനിക്ക് കുടിക്കാൻ അല്ലേ? മയോണൈസ്. സോ ഗായ്സ് എന്താ ഞങ്ങൾ കഴിക്കാൻ പോവാ. എടുക്കുന്ന പ്ലേറ്റ് അതിനോട് ചേർത്ത് വെച്ചിട്ട് എടുക്കട്ടോ. ആ എനിക്ക് വിളമ്പാൻ ആക്ച്വലി ഈ പ്ലേറ്റ് കുറച്ച് നീങ്ങി എടുക്കോ. അടുത്തേക്ക് വെച്ചോട്ടോ. അല്ല ഞാൻ വിളമ്പും. ഇത് ഞാനല്ലേ ഗൈസ്. പണ്ടേ എനിക്ക് ഭയങ്കര രസമാണ്. ഇത് മതിയോ മേഡം? ഇനി വേണം മേഡം. സ്പൈസസ് കഴിക്കണം എന്നാണോ രസം? അങ്ങനെ മതിയില്ലേ? അപ്പൊ ലാസ്റ്റ് ഉള്ളത് പിന്നെ എൻ്റെ ആണല്ലോ. പക്ഷേ ചാടിപ്പോ നീ കെയർഫുൾ അമ്മേ. ഓക്കെ. അപ്പൊ എനിക്ക് ഇതിന്റെ ഈ റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റൈസ് ഞാനിപ്പോ ആകെ 2 വായ എടുക്കുന്നുള്ളൂ. സ്നാക്ക് പോലെ വെറുതെ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഓ മൈ ഗോഡ്. എടാ പോടാ. ഞാനിപ്പോ കഴിക്കും. ചിലപ്പോ ഞാൻ മതിയാക്കുന്നൊക്കെ വരാം. കാരണം കുറച്ച് കഴിച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ച മറന്നുപോയില്ലേ? കഴിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ഇതില്ലാതെ ഇതില്ല. എന്താണ് ഇടല്ലേ? കുറച്ച് പങ്കന് കൊടുത്തേക്കാ മതിയോ? ഓക്കെ കിഡ്സിനാ ഇതെടുത്ത് ഞാൻ ഇതില് നമുക്ക് റൈസിലാട്ടോ ചെയ്യണ്ടേ? അതെ. ഇപ്പൊ ഇത് എടുത്തില്ലാന്ന് വേണ്ട. അതിന് തോല കിട്ടുന്നു. ഒരു വാക്ക് കഴിച്ചു നോക്കാം അല്ലേ? നമുക്ക് നോക്കാം. അടിപൊളി. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. യെസ്, നമുക്കിതൊരു പീസ് ഇങ്ങനെ എടുക്കാം. പിന്നെ എവിടെ പോയി എൻ്റെ മയോണൈസ്? ഓനോ മയോണൈസ്. എടാ മയോണൈസ് ഇച്ചിരി ഇടണം. അത് ഇവിടെ ഇടണേ. മതി ഇച്ചിരി അധികമായോ? മയോണൈസ് ഭയങ്കര എസൻസ് ആണ്. നമ്മളുണ്ടാക്കിയവരുണ്ട്. ഓക്കെ യെസ് ഇതല്ലേ. നമുക്കിത് ഒരു വായ എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സിറ്റ് ടുഗദർ. ഇത് ഫിനിഷ് ആക്കട്ടെ. ഇനി എനിക്ക് കോൺസെൻട്രേഷൻ മാറിക്കാൻ ദേഷ്യം വരും. കാരണം വിശന്ന് വയ്യ അല്ലേ പങ്ക? രണ്ടാം എടുക്കൽപ്പിക്കരുത്. അതെ കേട്ടോ. നല്ല തണുപ്പുണ്ട്. നമ്മളെ സുൽത്താൻ ബത്തേരിയിൽ കൂടി ഞങ്ങള് രാത്രിയിൽ മൂക്ക് കുത്തി ചോര വരുത്തി കൊച്ചിന് കൊടുത്ത കടയാണ്. അപ്പം നമ്മള് നിങ്ങൾ തന്നെ കുത്തിയ. അയ്യോ ഇതെന്താ എൻ്റെ ബ്ലർ. സോറി ഗായ്സ്. നമ്മളിപ്പോൾ ബത്തേരിയുടെ വഴിയാന്തരങ്ങളിൽ കൂടി നടന്നു പോവുകയാണ്. വിജനമായ ബത്തേരിയുടെ വീതിയിലൂടെ അതന്നെ നമ്മൾ നടന്നു പോവുകയാണ്. അതന്നെ. അപ്പോൾ വി ആർ ഗോയിങ്. നല്ല തളക്കുണ്ട്. വയറ് നിറഞ്ഞ് ഞങ്ങളിന്ന് പൊട്ടി എന്തെങ്കിലുമൊക്കെ ആകും ഗൈസ്. അത്രയ്ക്ക് വയറ് നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. അതാണ് അവസ്ഥയാണ്. അതിലോട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാതെ വിടില്ലായിരുന്നു. ഞങ്ങൾ അടിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്യാടിച്ച് തിന്നതാണ്. അവള് വീട്ടിലേക്ക് പോകുമ്പോൾ കട കാലിയാക്കൽ വിൽപ്പന. എന്ത് കടയാലും ചേട്ടാ? അടിപൊളി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണം. ഇത് വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ. ഇതാണ് ഗൈസ്. അയ്യോ നമ്മുടെ ഡേ ടൈമിലൊക്കെ കേറി വാ. ചേട്ടൻ നാളെ വരും. അപ്പൊ നോക്ക് നമ്മളെ ഡേ ടൈമിലൊക്കെ ഭയങ്കര തിരക്കുള്ളതാണ്. കണ്ടോ? ഇറക്കില്ല. പക്ഷെ ഇപ്പൊ തിരക്കില്ല.